നമസ്കാരം. നമ്മുടെ പുതുപ്പള്ളി നല്ല വാഴകൃഷിയുള്ള സ്ഥലങ്ങൾ നിങ്ങൾക്ക് കാണാം. നമ്മുടെ പുതുപ്പള്ളി കവലയുടെ ഹൃദയഭാഗത്ത് നല്ലപോലെ തഴച്ചു വളരുന്ന ഒരു കാഴ്ച നിങ്ങൾക്ക് കാണാം. പക്ഷെ ഇതിന് മാത്രമേ കൊള്ളത്തുള്ളെന്ന് തോന്നുന്നു. ബാക്കിയുള്ള ഒരു കാര്യത്തിനും ഈ സ്ഥലം കൊള്ളത്തില്ലെന്ന് തോന്നുന്നു. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ വാഴക്കൃഷി. നല്ലപോലെ തഴച്ച് വളർന്നു നിൽക്കുകയാണ്. നിങ്ങൾക്ക് കാണാം, വാഴക്കൊലയൊക്കെ ഉണ്ടായിട്ടുണ്ട്, ധാരാളം ഉണ്ടായിട്ടുണ്ട്. പുതുപ്പള്ളി കവലയുടെ ഹൃദയഭാഗത്ത് ഇതുപോലെ ഉണ്ടാകുക എന്നൊക്കെ പറയുന്നത് ഒരു വളവും ചെയ്യാതെ ഉണ്ടായതാണ്. ഉണ്ട്, ഈ സൈഡിലും എല്ലാം ഉണ്ട് കേട്ടോ, ധാരാളം വാഴക്കൊല ഉണ്ടായിട്ടുണ്ട്. ഇന്നത്തെ കാലത്ത് മിക്കയിടത്തും നമ്മൾ വിഷം അടിച്ചത് മരുന്നടിച്ചതൊക്കെ അല്ലേ, പക്ഷേ ഇതൊന്നും അല്ല. ഇത് നല്ല രീതിയിൽ തന്നെയാണ്. അതിന് അനുയോജ്യമായ മണ്ണാണ് ഇവിടെ ഇറക്കിയിട്ടിരിക്കുന്നത്. ഉണ്ട്, ഈ പ്രദേശത്ത് ഇനിയും ധാരാളം കൃഷി ചെയ്യാം കേട്ടോ. നല്ലപോലെ അതിനുള്ള മണ്ണും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഉണ്ട്, ഇവിടെയെല്ലാം നല്ലപോലെ ഉണ്ട്, ചെടികളൊക്കെ വളർന്നു നിൽക്കുന്നുണ്ട്. ഈ സൈഡിലൊക്കെ നല്ലപോലെ ഇഷ്ടംപോലെ ചെടികൾ ഉണ്ടോ. പുതുപ്പള്ളി കവലയുടെ ഹൃദയഭാഗത്ത് നല്ല പ്രകൃതി രമണീയമായ ഉണ്ടോ സ്ഥലമാണ്. അപ്പോൾ നമുക്ക് ഈ കൃഷി ആരുടെയാണെന്ന് നോക്കാം. നമുക്ക് രണ്ടിതാണ് അതിൻ്റെ ഉടമസ്ഥർ. സെൻറ്റ് ജോർജ് ഹയർ സെക്കൻഡറി സ്കൂള് ഉണ്ട്. പുതുപ്പള്ളി ഹൈസ്കൂൾ ഗ്രൗണ്ടിൻ്റെ ഇന്നത്തെ കാഴ്ചയാണ് നിങ്ങൾ കാണാൻ പോകുന്നത്. പ്രിയ കൂട്ടുകാരെ നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് പുതുപ്പള്ളി ഹൈസ്കൂൾ ഗ്രൗണ്ടിലാണ്. അതിമനോഹരമായ ഈ ഗ്രൗണ്ടിൻ്റെ കാഴ്ചകൾ നിങ്ങളൊന്ന് കാണുക. ഈ ഗ്രൗണ്ടിൽ കൊണ്ട് കുറെ മണ്ണ് കൂട്ടിയിട്ട് ഈ ഗ്രൗണ്ട് നശിപ്പിച്ചിട്ട് ഇതുവരെ അധികാരികളുടെ ഭാഗത്തുനിന്ന് ഇതൊന്ന് നീക്കം ചെയ്യാനോ ഇത് കുട്ടികൾക്ക് ഉപയോഗപ്രദമായി കൊടുക്കാനോ ആരെക്കൊണ്ട് സാധിക്കുന്നില്ല. പുതുപ്പള്ളിയെ സ്പോർട്സിന്റെ ഹബ്ബാക്കി മാറ്റുമെന്ന് പറയുന്ന പുതുപ്പള്ളി MLA ഇതൊന്ന് കാണുക. ഇനി ഞാൻ പറയാൻ പോകുന്നത് പുതുപ്പള്ളി ജനങ്ങൾ മുഴുവൻ അറിയേണ്ട കാര്യമാണ്, പ്രധാനപ്പെട്ട കാര്യമാണ്. നിങ്ങൾ ഓരോരുത്തരും ഈ വീഡിയോ മുഴുവനായിട്ട് കാണണം. നിങ്ങൾക്കറിയാം ഈ ഗ്രൗണ്ട് എങ്ങനെ കിടന്നതാണ്. ഞാനിതിനു മുമ്പ് ഒരു വീഡിയോ ചെയ്തതാണ്. ഈ ഗ്രൗണ്ട് പുതുപ്പള്ളിക്കാർക്ക് മുഴുവൻ ഉപകാരപ്രദമായ രീതിയിൽ നല്ല രീതിയിൽ കിടന്ന ഒരു ഗ്രൗണ്ടാണ്. അപ്പം നിങ്ങൾക്ക് അറിയാം ഇതിൻ്റെ കാര്യങ്ങൾ എന്നാന്നുള്ളത്. VHSC കെട്ടിടം, അതിൻ്റെ ആ കെട്ടിടത്തിൻ്റെ അവശിഷ്ടങ്ങളും അവിടുത്തെ മണ്ണുകളും എല്ലാം കൊണ്ട് ഈ ഗ്രൗണ്ടിലോട്ടാണ് കൊണ്ടുപോയി ചാടിച്ചത്. അത് അവിടെ കിടക്കുന്നതല്ലാതെ ഇത് നീക്കം ചെയ്യാൻ വേണ്ടി ഇപ്പം ഈ നിലവിലുള്ള പുതുപ്പള്ളി പഞ്ചായത്ത് ഭരണസമിതി, ജില്ലാ പഞ്ചായത്തിനാണ് ഇതിൻ്റെ ചുമതലയെന്ന് പറയുന്നത്. രണ്ട് കൂട്ടരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പഴിചായിരുന്നല്ലാതെ ഈ ഗ്രൗണ്ട് ഒന്ന് വൃത്തിയാക്കി പൊതുജനങ്ങൾക്ക് ഉപകാരപ്രദമായ രീതി കൊടുക്കാൻ വേണ്ടി ഇവിടുത്തെ ആരെങ്കിലും തയ്യാറാകുന്നുണ്ടോ? ഓർക്കണം, ഒരു മനുഷ്യന് പോലും ആ ഗ്രൗണ്ടിലൊന്ന് കയറാൻ മേല. ഗ്രൗണ്ടിൻ്റെ വാതിക്കത്തെ ഗേറ്റ് പൂട്ടിയിരിക്കുന്നു. അതുപോലെ തന്നെ ഇതിൻ്റെ പുറകുവശത്ത് ഒരു ഗേറ്റ് ഉണ്ട്. അതും ഇവിടെയാണ് മണ്ണ് കൂമ്പാരമായിട്ട് കിടക്കുന്നത്. ഇവിടെയാണ് ഇപ്പം ഞാൻ കാണിച്ച വാഴ തഴച്ച് വളർന്നത്. അത് ഞാൻ തമാശയായിട്ട് പറഞ്ഞെങ്കിലും അതും കാര്യമാണ്. നിങ്ങൾക്ക് കാണാം, ഇത്രയും മണ്ണ്, ടണ്ണ് കണക്കിന് മണ്ണ് ഇവിടെയുണ്ട്. അതുപോലെ എത്ര ലോഡ് ഉണ്ടെന്ന് പോലും ഇതിൻ്റെ വ്യക്തമായ കണക്കോ കാര്യങ്ങളോ ഒന്നും ഇതുവരെ സമർപ്പിച്ചിട്ടില്ല. ഇത് ഈ ഗ്രൗണ്ടിൽ കൂടെ ധാരാളം ആൾക്കാർ അപ്പുറത്തോട്ടൊന്ന് കടന്നുകൊണ്ടിരുന്നാണ്. അവിടെയും ഗേറ്റ് വെച്ച് പൂട്ടിയിരിക്കുകയാണ്. ഇതൊന്നും നടക്കാനോ പൊതുജനങ്ങൾ ഇത് കണ്ടോ. പുതുപ്പള്ളി പഞ്ചായത്ത് ലക്ഷങ്ങൾ മുടക്കി പണിത സ്റ്റേഡിയമാണ്. യാതൊരു പ്രയോജനം ഇല്ലാതെ അതവിടെ കിടക്കുകയാണ്. ഈ പരിസരങ്ങളും മുഴുവൻ കാട് പിടിച്ച്. ഇതാർക്കെങ്കിലും ഇതുകൊണ്ട്, ഈ ഗ്രൗണ്ട് കൊണ്ട് ആർക്കെങ്കിലും ഒരു പ്രയോജനമുണ്ടോ? ഇവിടെ ഓരോ പരിപാടി നടത്തുന്ന കുട്ടികൾ, അതുപോലെ ആ സ്കൂളുകാർ വന്നിട്ടാണ് ആ പരിസരം ഒന്ന് വൃത്തിയാക്കിയിട്ട് അവിടെ എന്തെങ്കിലും ഇത് അവർ ചെയ്യുന്നത്. കേട്ടോ, നമുക്ക് ഇതിൻ്റെ പുറകുവശത്തോട്ട് പോകാം. നിങ്ങൾക്ക് കാണേണ്ട കാഴ്ചയാണ്. നിങ്ങൾ മുഴുവൻ ഈ വീഡിയോ കാണണം. ഇതിൻ്റെ അകത്തോടെ ഇവിടെ എന്തുമാത്രം പാമ്പുണ്ടെന്ന് പോലും അറിയാൻ പറ്റത്തില്ല. ഇത് കണ്ടോ, ഇവിടെ മുഴുവൻ ഇത് ഗാലറിയുടെ അടിവശമാണ് നിങ്ങൾ കാണേണ്ടത്. ഒന്ന് കണ്ടു നോക്കിയേ. കണ്ടോ, ഇതൊക്കെ എന്തുമാത്രം പൈസ മുടക്കി. ഇതെല്ലാം പൊതുജനത്തിൻ്റെ പൈസയല്ലേ. കണ്ടോ, ഇതിൻ്റെ അടിവശം. അതുപോലെ ഇനി മുന്നോട്ട് നമുക്ക് പോവാം.
ഉണ്ട്. ഇതിൽ എങ്ങനെ ഒന്ന് നടന്നു പോകുന്നു നിങ്ങൾ നോക്കി. എന്തുമാത്രം ആൾക്കാർ ഇതിലെ അപ്പുറത്തോട്ട് നടന്നു പോകുന്ന സമയത്തെല്ലാം ഇവിടെ എല്ലാം നല്ല വൃത്തിയായിട്ട് കിടന്നുകൊണ്ടിരുന്ന സ്ഥലമാണ്. ഇവർ ഈ ഗേറ്റ് വെച്ച് അടച്ചു പൂട്ടി കഴിഞ്ഞപ്പോഴത്തേന് അവിടെ വീണ്ടും നാശത്തിൻ്റെ വക്കിലേക്ക് പോയി. നിങ്ങൾക്ക് ഇനിയുണ്ട് കാഴ്ചകളുണ്ട്, നിങ്ങൾ മുഴുവൻ കാണണം. ഇവിടെ ഇന്നിപ്പം സാമൂഹ്യ വിരുദ്ധരുടെ താവളമായിട്ട് മാറിയിരിക്കുകയാണ്. കാരണം ഇതിൻ്റെ പരിസരത്ത് മുഴുവൻ മദ്യക്കുപ്പികൾ, അതുപോലെ ലഹരി ഉൽപ്പന്നങ്ങൾ. ഇവിടെ ഞാൻ പല പ്രാവശ്യം സ്കൂൾ കുട്ടികളെ പോലും കണ്ടു. എന്നിട്ട് പോലും സ്കൂളിന് യാതൊരു ഉത്തരവാദിത്വവും ഇല്ല. ഇതാണ് ഗേറ്റ്. ഇതിലെ ആൾക്കാർ ഇറങ്ങി അപ്പുറത്തെ പയ്യപ്പാടി റോഡിലോട്ട് കടന്ന് ആൾക്കാർ പൊയ്ക്കൊണ്ടിരുന്നപ്പോൾ ഇവിടെ എല്ലാം ശ്രദ്ധയുണ്ടായിരുന്നു. ഇപ്പം അവിടെ ഉണ്ട്, അവിടെയും കാട് പിടിച്ച് അവിടെയും വേസ്റ്റ് നിറഞ്ഞു കിടക്കുകയാണ്. നമ്മൾ ഇന്നലെ പുതുപ്പള്ളി ഗാന്ധി ജയന്തി ദിനത്തിൽ പുതുപ്പള്ളി പരിസരങ്ങളെല്ലാം വൃത്തിയാക്കുന്നത് നിങ്ങളെ ഞാൻ വീഡിയോയിൽ കാണുന്നുണ്ടോ. ഇവിടെ മുഴുവൻ ലഹരി ഉൽപ്പന്നങ്ങളാണ് ഇവിടെ കാണുന്നത്. ഇവിടെ ഈ പഠിക്കുന്ന സ്കൂളിലെ കുട്ടികൾ തന്നെയാണ് ഇവിടെ വന്ന് ലഹരി ഉപയോഗിക്കുന്നത്. അതൊന്നും ഇവിടെ ഒരു സ്കൂളിലെ അധ്യാപകർ പോലും ഈ പരിസരത്തോട്ട് വരത്തില്ല. അതിന് ഇനിയും കാണാം കാഴ്ചകൾ. കണ്ടോ, ഇവിടെ ഇത് കണ്ടോ, ഇവിടെ എല്ലാത്തിനും സൗകര്യങ്ങളുണ്ട്. ഈ മുറി കണ്ടോ, നിങ്ങൾക്ക് കാണാം. ഇവിടെ 24 മണിക്കൂർ ഇവിടെ ആൾക്കാരുണ്ട്. രാത്രിയെന്നല്ല പകലെന്നല്ല എല്ലാവരും ഉണ്ട്. ഈ പരിസരത്തോട്ട് പോലും ഒരു മനുഷ്യൻ പോലും വരത്തില്ല. അത്രയ്ക്ക് നല്ല സൗകര്യത്തിനാണ്, അതിനുവേണ്ടിയാണ് ഇതെല്ലാം ചെയ്തു കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ അടിവശം നിങ്ങൾ നോക്കിയേ, കുറച്ച് മെത്തയെല്ലാം കൂടെ ഇതിൻ്റെ അടി കൂട്ടിയിട്ടിട്ടുണ്ട്. മെത്ത അതെന്തിനാണെന്നറിയത്തില്ല. നല്ല മെത്തയാട്ടോ. അവിടെ ഒരു പെട്ടിയുണ്ട്, അത് എന്നത്തിൻ്റെ ആണെന്ന് അറിയത്തില്ല. അവിടെ പണ്ട് കാലത്തെ ഒരു പെട്ടിയാണ്, തകരപ്പെട്ടിയാണ്. ഇനി ലക്ഷങ്ങൾ മുടക്കിയ ഒരു ടോയ്ലറ്റും കൂടെ കാണിക്കാവേ. നല്ല മനോഹരമായ ഒരു ടോയ്ലറ്റും കൂടെ. ഇതിന് എല്ലാവിധ സംവിധാനങ്ങളും ഈ സ്റ്റേഡിയത്തിനുണ്ടായിരുന്നു. ഉണ്ടോ? ഇപ്പോൾ ഇതിൻ്റെ അകത്തോട്ടൊക്കെ എങ്ങനെ പോകുന്ന പോലും അറിയത്തില്ല. ഇതിന് ഉത്തരവാദികൾ ആരാണ്? പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പുതുപ്പള്ളി ഗ്രാമപഞ്ചായത്ത് ജില്ലാ പഞ്ചായത്തിൻ്റെ കുറ്റം പറയുന്നു, ജില്ലാ പഞ്ചായത്ത് പുതുപ്പള്ളി പഞ്ചായത്തിൻ്റെ കുറ്റം പറയുന്നു, ഇവർ രണ്ടുപേരുടെ കുറ്റം പറയുന്ന സ്കൂള്. അപ്പം ഇതെങ്ങനെ ശരിയാകും എന്നുള്ളതിനെപ്പറ്റി ആർക്കും യാതൊരു തീരുമാനവും ഇല്ലാതെ നശിച്ചു കിടക്കുന്നു. ഇതാരുടെ അനാസ്ഥയാണ്? പരസ്പരമുള്ള പഴിചാരലുകളെല്ലാം ഒഴിവാക്കിക്കൊണ്ട് ഈ ഗ്രൗണ്ട് പൊതുജനങ്ങൾക്കും അതുപോലെ കുട്ടികൾക്കും എല്ലാവർക്കും ഉപകാരപ്രദമാക്കി തീർക്കുവാൻ വേണ്ടി ആരെങ്കിലും ഇതിന് മുന്നേറ്റ് വരികയായിരുന്നെങ്കിൽ നല്ലതായിരുന്നു. അപ്പം ഗേറ്റ് പൂട്ടിയാലും ഈ വഴിയാണ് കുട്ടികൾ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നത്. നമുക്കൊന്നും പറ്റത്തില്ലേ?